ഹലോ, എല്ലാവർക്കും കഥാലോകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നീലക്കടലിന് ചാരെ ആർക്കോ ഇരുന്നുണ്ണാൻ വിരിച്ചിട്ട പച്ചിലനാക്ക് പോലെ ഒരു ഭൂപ്രദേശം. പഞ്ചാരമണൽ വിരിച്ച അതിന്റെ തെക്കേ മുനമ്പിൽ ചെന്ന് രാവിലെ കിഴക്കോട്ട് നോക്കിയാൽ സൂര്യൻ ഉദിച്ചു പോകുന്നത് കാണാം. വൈകുന്നേരം പടിഞ്ഞാറോട്ട് നോക്കിയാലോ സൂര്യൻ അസ്തമിക്കുന്നതും കാണാം. നീലക്കടൽ വേലിയേറ്റത്തിൽ കുളിപ്പിച്ചെടുക്കുകയും വേലി ഇറക്കത്തിൽ നറുവയിൽ ഈറൻ തോർത്തി കൊടുക്കുകയും ചെയ്യുന്ന ആ മണൽപ്പരപ്പിലെ കുറ്റിക്കാട്ടിലായിരുന്നു നമ്മുടെ കുളക്കോഴി ദമ്പതികൾ താമസിച്ചിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുളക്കോഴി പെണ്ണിന് മുട്ടയിടാൻ കാലമായി. അവൾ കുറച്ച് ആശങ്കയോടെ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഏട്ടാ, എനിക്ക് മുട്ടയിടാൻ കാലമായി കേട്ടോ. നമുക്ക് കുറച്ചു കാലം ഇവിടെ നിന്ന് മാറി നിന്നാലോ? അല്ലെങ്കിൽ ആ തിരമാലകള് വേലിയേറ്റം എന്ന പേരും പറഞ്ഞു വന്ന് നമ്മുടെ മുട്ടയെല്ലാം കൊണ്ടുപോകുമോ എന്നൊരു പേടി എന്ന് കുളക്കോഴി പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആൺകുളക്കോഴി, നീ എന്നായി പറയുന്നത്? ഇത്രയും ഭംഗിയുള്ള സ്ഥലം വേറെ എവിടെ കിട്ടും? ഉദയവും അസ്തമയവും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. മാത്രമല്ല, ഈ വേലിയേറ്റം എന്ന് പറഞ്ഞാൽ എന്നാ? അത് സമുദ്രത്തിലെ കൊച്ചുമീനുകളെ നമുക്ക് തിന്നാൻ തരുന്നൊരു പരിപാടിയല്ലേ? കരയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരികയല്ലേ അതൊക്കെ ചെയ്യുന്നത്? മാത്രമല്ല, ഈ തിരമാലയൊന്നും ചെയ്യത്തില്ലെന്നേ, അത് കാര്യമൊന്നുമില്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുളക്കോഴി തന്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഇത് പക്ഷേ നമ്മുടെ തിരമാലയ്ക്ക് അത്ര രസിച്ചില്ല. ഈ നരുന്ത് പോലത്തെ ഒരുത്തൻ ഇവൻ എന്നെ കുറിച്ച് അഭിപ്രായം പറയാൻ ആളായിരുന്നു. അതും ഈ തിരമാല, ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ഞാനെന്ന തിരമാലയെ കുറിച്ച് അഭിപ്രായം പറയാനായിരുന്നു. ഒരിക്കലും നശിക്കാത്ത എന്നെ, ഈ പാരമ്പര്യമുള്ള എന്നെ കുറിച്ച് അഭിപ്രായം പറയാൻ ഈ നരുത്തായിരുന്നു എന്നൊക്കെ കോപങ്ങൾ ഇങ്ങനെ നിറച്ച് പൊന്തി കയറി വരാൻ തുടങ്ങി. അങ്ങനെ തിരമാല ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു, എന്തായാലും മുട്ടയിടട്ടെ, ഞാൻ ആരാണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തോളാം. അങ്ങനെ നമ്മുടെ പെൺകുളക്കോഴി മുട്ടയിട്ടു. മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന ഒരു ദിവസം ആൺകുളക്കോഴി വന്ന് തന്റെ ഭാര്യയെ ഇര നേടാൻ കൂട്ടിന് വിളിച്ചു. ചുറ്റുപാടുകൾ നോക്കിയപ്പോൾ വേലിയേറ്റത്തിന്റെ വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ലതാനും. അങ്ങനെ പ്രകൃതിയെ വിശ്വസിച്ച് രണ്ടുപേരും ഇര നേടാൻ വേണ്ടി പോയി. ഈ തക്കത്തിന് തിരമാല വേലിയേറ്റത്തിന്റെ രൂപത്തിൽ വന്ന് ആ മുട്ടകളെല്ലാം കട്ടെടുത്തു കൊണ്ടുപോയി. ഇരതേടൽ കഴിഞ്ഞ് തിരിച്ചു വന്ന ദമ്പതികൾ മുട്ടയിരിക്കുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു തോട് പോലും കാണാനില്ല. താനിട്ട മുട്ടകളെല്ലാം കാണാതായ പെൺകുളക്കോഴിക്ക് വല്ലാത്ത സങ്കടം വന്നു. അവൾ കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് തന്നെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞതല്ല മനുഷ്യവിടെ നിൽക്കണ്ടെന്ന്, ഇപ്പൊ എന്താ എന്നെല്ലാം മുട്ട കൊടുത്ത് പോവാൻ നിൽക്കണ്ട ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാനും കരയാനൊക്കെ തുടങ്ങി. ആൺകുളക്കോഴിക്ക് ഇത് തന്റെ ആത്മാഭിമാനത്തിനേറ്റ ഒരു ക്ഷതമായി തോന്നി. ആൺകുളക്കോഴി അരിശം കൊണ്ട് വാലെല്ലാം പൊക്കിയും താത്തി നിന്ന് ശബ്ദം ഉണ്ടാക്കി നേരെ കടലിലേക്ക് ഒരൊറ്റ പോക്ക്. എന്നിട്ട് അവിടെ നിന്ന് അലറി പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ഈ കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് കടലിലെ വെള്ളം കുടിക്കാൻ തുടങ്ങി. കടലിലെ വെള്ളം കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് പെൺകുളക്കോഴിക്ക് അറിയാവുന്ന കാര്യമാണ്. ആൺകുളക്കോഴി അരിശത്തിലാണെന്നും വകതിരിവില്ലാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായതുകൊണ്ട് പെൺകുളക്കോഴി ചെന്ന് തന്റെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മളിങ്ങനെ ചെയ്തിട്ടൊന്നൊരു കാര്യമില്ല. നമുക്ക് തൽക്കാലം കരയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നേതാക്കന്മാരുടെ ഒരു സമ്മേളനം വിളിക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ സങ്കടം അവരോട് പറയാമെന്ന് പറഞ്ഞു. അതിൽ ആൺകുളക്കോഴിക്ക് കുറച്ച് കാര്യമുള്ളതായി തോന്നി. അങ്ങനെ കരയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നേതാക്കന്മാരുടെ ഒരു സമ്മേളനം നടന്നു. പക്ഷിവർഗത്തിൽപ്പെട്ടവരാണ് കൂടുതലും അഭിപ്രായം പറഞ്ഞത്. അതില് നമ്മുടെ മരംകൊത്തി പറഞ്ഞു, നിങ്ങൾ ഈ കടലിലെ വെള്ളം കുടിച്ചു പറ്റിക്കാന്ന് വെറുതെ വികാരം കൊണ്ടിട്ടൊരു കാര്യമില്ല. അത് ഒന്നും നടക്കാവുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ആലോചിക്കാം. അപ്പോ നമ്മുടെ ദാർശനികനായ കുരുവി ഒരു അഭിപ്രായം പറഞ്ഞു, നമ്മൾ ഇനി മുതൽ കടലിനെ ഒരു കാര്യത്തിനും ആശ്രയിക്കുന്നില്ല എന്ന തീരുമാനം എന്ന ഒരു സമരമാർഗം സ്വീകരിക്കുകയാണെങ്കിൽ കടൽ ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ കുരുവി ഒരു അഭിപ്രായം പറഞ്ഞു. ഇത് കേട്ട വഴിക്ക് പരുന്തിന് ഒരു കാര്യം ഓർമ്മ വന്നു. പരുന്ത് എല്ലാവരോടും കൂടിയായി പറഞ്ഞു, അല്ല, നമ്മൾ ഈ കടലിനെതിരെ എങ്ങനെ തീരുമാനമെടുക്കുന്നത് ഒന്ന് നിർത്തണം. ഈ കടലമ്മയുടെ ഒരു പുത്രനാണല്ലോ നമ്മുടെ ഈ വൃത്തികെട്ട തിരമാല.
ഒരുപക്ഷെ ചിലപ്പോൾ കടലമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ എന്തായാലും കടലമ്മയോട് പോയി ഒന്ന് സംസാരിച്ചു നോക്കാം. മാത്രമല്ല ഇനി നമ്മളെടുത്ത ഈ തീരുമാനം കടലമ്മയെ ഒന്ന് അറിയിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെ സമ്മതപ്രകാരം പരുന്ത് നേരെ കടലമ്മയുമായുള്ള സന്ധി സംഭാഷണത്തിന് വേണ്ടി പോയി. അങ്ങനെ കാര്യങ്ങളെല്ലാം കടലമ്മയെ അറിയിച്ചു. കടലമ്മയ്ക്ക് പുത്രനോട് കുറച്ച് വാത്സല്യമുള്ളത് കാരണം അവർ മകനെ ന്യായീകരിക്കാൻ തുടങ്ങി. ഇല്ല, എന്റെ കുട്ടി അങ്ങനൊന്നും ചെയ്യില്ലല്ലോ, അങ്ങനെ ആവശ്യമില്ലാതെ ആരായിട്ടും തല്ലടിക്കാൻ പോകാത്തൊരു മോനാണല്ലോ, കാര്യമില്ലാതെ എന്റെ മോനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കടലമ്മ മകന്റെ പക്ഷം പിടിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ പരുന്ത് കരയിലെ ജീവജാലങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം കടലമ്മയെ അറിയിച്ചു. ഇനി മുതൽ ഒരു കാര്യത്തിനും കടലിനെ ആശ്രയിക്കുന്നില്ല എന്നാണ് കരയിലെ ജീവികളുടെ തീരുമാനമെന്ന് പരുന്ത് കടലമ്മയെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ടതോടുകൂടി കടലമ്മയ്ക്ക് ചെറിയൊരു അപകടം മണത്തു. കരയിലെ ജീവികളൊന്നും കടലിലേക്ക് വന്നില്ലെങ്കിൽ മത്സ്യവും മറ്റ് ജീവജാലങ്ങളും അഴുക്കും എല്ലാം കൂടി കടലിന്റെ ഇപ്പോഴുള്ള പളവളപ്പ് നശിക്കും, സൗന്ദര്യം നശിക്കുമെന്ന പേടി കടലമ്മയ്ക്ക് വന്നു. ഉടൻ തന്നെ കടലമ്മ തന്റെ പുത്രനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് കാര്യങ്ങൾ ആരാഞ്ഞു. പുത്രൻ തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷെ കടലമ്മ പുത്രനോട് പറഞ്ഞു, എന്തായാലും വന്നു, നീ അത് ക്ഷമിക്ക്, തൽക്കാലം നീ ആ മുട്ടകളെല്ലാം തിരിച്ചു കൊടുക്ക് എന്ന് തന്റെ മകനോട് പറഞ്ഞു. പക്ഷെ തിരമാല ഇതനുസരിക്കാൻ തയ്യാറായില്ല. കടലമ്മയ്ക്ക് കോപപ്പെടേണ്ടി വന്നു, തന്റെ മകനെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. കടലമ്മ പറഞ്ഞു, നീ ആ മുട്ട തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനി തിരമാലയായി രൂപപ്പെടാനുള്ള നിന്റെ എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ എടുത്തു കളയുന്നതായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ഇതുകൂടി കേട്ടപ്പോൾ തിരമാലയ്ക്ക് നിവൃത്തിയില്ലാതെ ആ മുട്ടകളെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. നമ്മുടെ കുളക്കോഴി ദമ്പതികൾ സന്തോഷത്തോടെ വീണ്ടും മുട്ടയ്ക്ക് പൊരുന്നിരിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ഈ കഥയുടെ ഗുണപാഠം ഞാൻ പറയുന്നില്ല. ഇനിയുള്ള കഥകളുടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കഥകളുടെ ഗുണപാഠം പറയുന്നില്ല. അതിന്റെ കാരണം കഥ ഞാൻ പറഞ്ഞതിന് ശേഷം അതിന്റെ മോറൽ പറയുമ്പോൾ കഥയിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് മിസ്സായി പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുകയും മോറലിലേക്ക് കോൺസെൻട്രേഷൻ പോവുകയോ എന്നൊരു തോന്നൽ കൊണ്ടാണ് ഞാനത് പറയാണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ചിന്താ രീതിയിൽ ആലോചിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കഥകളിലുള്ളൂ. അതുകൊണ്ട് ആ ഒരു സൈഡ് നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി, അങ്ങനത്തെ ഒരു ചിന്താരീതി നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.